ഹലോ ഗായ്സ്, അപ്പം കുറെ നാളായി ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട്. അപ്പം ഇന്ന് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. ഒരു പ്രൊഡക്റ്റിനെ പറ്റിയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോഴാണെങ്കിൽ നമുക്ക് വീഡിയോയിലോട്ട് വലിച്ചു നിൽക്കുന്നില്ല, വീഡിയോയിലോട്ട് കിടക്കാം. ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. എന്താ ആ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ, നമ്മള് ഭൂരിഭാഗം ഒരു 99 അല്ലെങ്കിൽ 95% ആൾക്കാർ നന്നായിട്ട് അണ്ടർആം സ്വെറ്റിംഗ് ഒക്കെ ആകുന്ന ആൾക്കാരാണ്. ഞാൻ പേഴ്സണലി ഒരു നല്ലതായിട്ട് അണ്ടർആം സ്വെറ്റ് ആകുന്ന ഒരാളാണ്. അപ്പം അത് നന്നായിട്ട് അത് ഉള്ളവർക്ക് മാത്രമേ അതിന്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ. കാരണം അണ്ടർആം സ്വെറ്റ് ആകുന്നവർക്കാണെങ്കിൽ ഇപ്പം ഒരു വൈറ്റ് കളറോ അല്ലെങ്കിൽ ലൈറ്റ് കളർ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ധരിക്കാൻ നേരത്ത് അതിൻ്റെ തന്നെ ഒരു വൈറ്റ് സ്റ്റെയിൻ വരും, ഒരു കറ പോലെ വരും. അതാണെങ്കിൽ കഴുകിയാൽ പോലും പോകത്തില്ല. പിന്നെ ആ ഡ്രസ്സിൽ അതൊരു വൃത്തികേടായിട്ടൊരു സ്റ്റെയിൻ ആയിട്ട് നിൽക്കും. അപ്പം അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഈ നന്നായിട്ട് സ്വെറ്റ് ആകുന്നവർക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. വേറൊന്നുമല്ല, ഒരു പാഡ് പോലൊരു സംഭവമാണ് ഇത്. അണ്ടർആം പാഡ് എന്ന് പറയും. ഇത് ഈ ബ്രാൻഡിന്റെ ആണ്. ഞാനൊരു ലോക്കൽ ഷോപ്പിൽ നിന്നാണ് മേടിച്ചത്. ഇതിന്റെ വില ഒരു 99 ആ റേഞ്ചിലാണ് ഞാൻ മേടിച്ചത്. ഇതുപോലെ പാഡ്സ് ആണ് കിട്ടുന്നത്. ഈ പാഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രസ്സസിൽ സ്റ്റിക്ക് ചെയ്ത് വെച്ചാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു 10 കിട്ടും ഈ പാക്കിന്റെ കൂടെ. നോക്കിയാൽ നല്ല ഇതുപോലെയാണ് ഇരിക്കുന്നത്. വളരെയധികം ലൈറ്റ് വെയിറ്റ് ആണ്, ഹെവി ഒന്നും അല്ല, നമുക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഇതെങ്ങനെ സ്റ്റിക്ക് ചെയ്യുന്നത് പറഞ്ഞുതരാം. ഇത് എൻ്റെ ഉള്ളൊരു ടീഷർട്ടാണ്, ഒരു ടീഷർട്ട്. ഇപ്പം ഇതിന്റെ ആണെങ്കിൽ നമ്മുടെ ഈ ഹാൻഡ് വരുന്ന ഭാഗമുണ്ടല്ലോ, ഇവിടെ ആയിട്ട് നമ്മൾ ഇങ്ങനെ ഈ ഭാഗമുണ്ടല്ലോ, ഈ ഭാഗത്തായിട്ട് നമ്മൾ ഇത് സ്റ്റിക്ക് ചെയ്യണം. ഇതിനാണെങ്കിൽ നമ്മളാണെങ്കിൽ പാഡ് സ്റ്റിക്ക് ചെയ്തിട്ട് ഒരു സ്റ്റിക്കറുണ്ട്. വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്ക് അറിയുന്നില്ല. ഈ ലൈറ്റ് കാണുന്നുണ്ട്. ഇതുപോലെ ഇത് ഇളക്കിയിട്ട് നമ്മളിവിടെ നമ്മുടെ കൈക്കുഴിയുടെ ഭാഗത്തായിട്ട് ഇവിടെ ആയിട്ട് കൈക്കുഴി ഭാഗത്തായിട്ട് ഇങ്ങനെ വേണം സ്റ്റിക്ക് ചെയ്യാൻ. ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യണം. സ്റ്റിക്ക് ചെയ്യുമ്പം നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് അവിടെ ഇങ്ങനെ ഒരു സാധനം ഇരിക്കുന്നതുകൊണ്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അവിടെ അങ്ങനെ ഇരിക്കുന്ന ഒരു സാധനം ഉണ്ടെന്നോ ഇറിറ്റേഷനോ അൺകംഫർട്ടബിൾ ആയിട്ടോ ഒന്നും തോന്നില്ല. സാധനം ഇത്ര ഉണ്ടെങ്കിലും എനിക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇത്. കാരണം നമ്മളാണെങ്കിൽ ഇവിടെ ഇങ്ങനെ വിയർത്ത് കഴിയുമ്പോൾ ഒരു നനവാണ്. നമ്മൾ 4 പേർ സർക്കാർ റൂമിലൊക്കെ ഭയങ്കര അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷെ ഇതാണെങ്കിൽ വളരെയധികം അതിനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഇത് ആക്ച്വലി ഓൺലൈനിലൊക്കെ കിട്ടും. സെറ്റിംഗ് പാഡ് എന്ന് സെർച്ച് ചെയ്തോ, ആമസോണിലെ മീഷോയിൽ അങ്ങനെയൊക്കെ ഉള്ളതിലൊക്കെ കിട്ടും. 99 രൂപയാണ് ഞാൻ മേടിക്കാൻ നേരത്ത്. ഞാൻ കടയിൽ നിന്ന് മേടിച്ചപ്പോഴും ഇത് വളരെയധികം യൂസ്ഫുൾ ആണ്. എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു കാര്യമാണ്. എനിക്ക് വളരെയധികം യൂസ്ഫുൾ ആയതുകൊണ്ടാണ് ഞാൻ ഇത് വീഡിയോ എടുക്കാമെന്ന് വെച്ചത് തന്നെ. അപ്പം എന്നെ പോലെ ഉള്ള പ്രോബ്ലം സെറ്റിംഗ്, അതായത് അധികം സ്വെറ്റ് ആകുന്നവർക്ക്, അണ്ടർആം സ്വെറ്റിംഗ് ഉള്ളവർക്ക് ഇതുപോലെ പാഡ്സ് യൂസ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ, ഇത് യൂസ്ഫുൾ ആയെങ്കിൽ ഇതിന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.